എന്നിട്ട് ഞാൻ ഇവിടെ വാഴക്കാല ജംഗ്ഷനിലെത്തിയപ്പോഴാണ് വിളിച്ചത്. അപ്പൊ അവിടുന്ന് ഇവിടെ ഒരാളും കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇൻഫോ പാർക്കിന്റെ അവിടെ നിന്നാണേ പറഞ്ഞേ. നമ്മുടെ കൃപാന്തട്ടന്റെ വീടിന്റെ അവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്ന ന്യൂ ഇയർ ആഘോഷിക്കേ. നമ്മുടെ വീട്ടിൽ ആരും ഇല്ല, എല്ലാവരും ഇവിടെ പോയേക്കണത്, ഏറ്റിങ്ങനെ പോയേക്കണത്. എന്തോ അവിടെ എന്തോ ചെറിയ ഇഷ്യൂ. ഞാൻ ഓടിപ്പിടച്ചാണ് വന്നത്. എന്തിനാ ഓടിപ്പിടിച്ച് വന്നേ? എന്തിനാ ഓടിപ്പിടിച്ച് വന്നേന്ന്? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അതിന് ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പൊ പിന്നെ തന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. ന്യൂ ഇയറും എന്നെ കാണും നമ്മൾ എന്താ ബന്ധം? നമ്മൾ ഈ പുതിയൊരു വർഷത്തിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴേ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ഇങ്ങനെ കാണാൻ നമുക്ക് ഇങ്ങനെ തോന്നൂലേ? എനിക്കങ്ങനെ തോന്നാറൊന്നുമില്ല. മെർലിനെ നമ്മളൊന്നും ഇല്ല. ഞാനിപ്പം എൻ്റെ വീട്ടിലോട്ടല്ല പോണേ, കൃപാന്തേന്റെ വീട്ടിലോട്ടാ പോണേ. പിന്നെ വീട്ടിൽ കാര്യമില്ലല്ലോ. അതിന് ഇല്ല, അതിനൊന്നും ഇല്ല. ഇത് പറയാനാണ് വിളിച്ചു വരുത്തിയേ? ഞാൻ പോണു. തനിക്ക് എന്നോട് വിരോധം വല്ലതും ഉണ്ടോ? വിരോധം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുമ്പോ ഓടി വരുമോ? അല്ല, വിരോധം ഇല്ലെന്നറിയാം. പക്ഷെ എന്നാലും ഞാൻ വിളിച്ചിട്ട് വന്നു കഴിയുമ്പോ കാണിക്കണ മൊത്തം വിരോധമുള്ളതല്ലാണല്ലോ. വിരോധമൊന്നുമില്ല, പക്ഷെ എനിക്ക് കേശുവിനോട് പഴയ പോലെ ഇഷ്ടമൊന്നുമില്ല. ജസ്റ്റ് വരുന്നു, കാണുന്നു, അത്രേ ഉള്ളൂ. അത് കേശുവിന് വിഷമമുണ്ടാന്ന് വിചാരിച്ചിട്ടാ. എനിക്കിപ്പോ കേശുവിനെ കണ്ടാലും കണ്ടില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ അത്ര നടക്കുമോന്നറിയില്ല, എന്നാലും എൻ്റെ ഒരു ആഗ്രഹം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ആഗ്രഹം പറയട്ടാ? നല്ല പറയട്ടാന്ന്. പറ. പിന്നെ നമ്മളെല്ലാരും കൃപാന്തേട്ടന്റെ വീട്ടിലാണല്ലോ ന്യൂ ഇയർ അടിച്ചു വിളിക്കാൻ വേണ്ടി പോയല്ലോ. പിള്ളേരെല്ലാരും അവിടെ ഉണ്ട്. ലച്ചേച്ചി ഇല്ല, അല്ലാതെ നമ്മുടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അധികം ഒന്നുമില്ല, 8-10 കിലോമീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. താന് ഒന്ന് മനസ്സ് വെച്ചാൽ ഒന്ന് വരായിരുന്നു. മനസ്സ് വെക്കുന്നില്ല. എനിക്കറിയാം താൻ ഇങ്ങനെ പറയത്തുള്ളൂ, പക്ഷെ എന്നാലും നീ എൻ്റെ ആഗ്രഹം പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. താനവിടെ ഒന്നും അധികം നേരം ഒന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പോക്കോ. വന്നാ എല്ലാരും ഹാപ്പിയാവും. ഹാപ്പി ഞാൻ വന്ന നിനക്ക് എന്താ കേശു? ഞാൻ വന്ന ഹാപ്പിയാൻ പോലും. മാത്രല്ല ശിവാനിക്കൊന്നും എന്നെ അങ്ങനെ അത്ര ഇഷ്ടമൊന്നുമല്ല. അയ്യോ, ശിവ ഇപ്പൊ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അവളിപ്പോ അങ്ങ് പോകും ചെന്നൈയില്. അവൾ ഒരു ദിവസത്തിന് വേണ്ടി ന്യൂ ഇയർ ലീവിന് വേണ്ടി വന്നേല്. പാവം വെച്ച് റിസ്ക് എടുത്ത് വന്നു, ഇപ്പൊ പോള്. പിന്നെ താ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ആ പ്രതീക്ഷ ഒന്നും വേണ്ട, ഞാൻ വരൂല. ഞാൻ വരൂല, പ്രതീക്ഷിക്കണ്ടാന്ന്. അത് തന്റെ ഇഷ്ടം. ഞാൻ വിളിക്കാനുള്ളത് വിളിച്ച്, അത് എനിക്ക് വിളിക്കണമെന്ന് തോന്നി. ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്തേക്കാം. ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഞാനേ താൻ വിചാരിക്കുന്ന പോലെ അത്രയും ദേഷ്യമുള്ള കൂട്ടത്തിലൊന്നും അല്ല. മനസ്സൊരു പിഞ്ച് മനസ്സുള്ള പാവമാണ്. കേശു അത്ര പാവമൊന്നല്ല. താനൊരു വിരുദ്ധനാന്നേ ലച്ചു ചേച്ചി പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല കുറെ പഴയ കഥകളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അതല്ലല്ലോ ലച്ചേച്ചി അങ്ങനെ പറയുള്ളൂ. അത് താൻ കാര്യമായിട്ടൊന്നും എടുക്കണ്ടോ. താൻ വരൂ എന്നുള്ള ഫുൾ പ്രതീക്ഷയിൽ ഞാൻ പോണു കേട്ടാ. ഞാൻ വരൂല. വരൂല അങ്ങനെ പറയലോടോ. എന്തോ താൻ പെട്ടെന്നൊരു തീരുമാനം പറയണ്ട, ആലോചിച്ച് പറഞ്ഞാൽ മതി. വേണ്ട, ഞാൻ വരില്ല. താൻ വരുമെന്ന് എനിക്കറിയാം. പിന്നെ അല്ല, മാറിപ്പോയി. താൻ വരുമല്ലോ അല്ലേ? ഇല്ലെന്ന്. താൻ വരും 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 വരണേ വരണേ. അങ്ങനെ അങ്ങോട്ട് വരാൻ പറ്റുമോ? ഞാൻ വരാം. അല്ല, എനിക്ക് തോന്നുന്നത് അവൻ ഈ മാസം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാൻ നോക്കാം. ഞാൻ കോയമ്പത്തൂർ ഇറങ്ങാൻ നോക്കാം. വല്യമ്മ വന്നിട്ടുണ്ടോ? ആണോ? എത്ര ദിവസം ഉണ്ടാവും? ഓ, ചേട്ടനും ചേച്ചി ഉണ്ടോ? ഇല്ല. ഓ, പാവല്ലേ. ചേട്ടനും ചേച്ചിയൊന്നും അടുത്തില്ലാത്തോണ്ടായിരിക്കും. ഇപ്പോഴെങ്ങനെ തീരുവോ ഇത്? ചേച്ചി ഞാൻ വിളിക്കാവേ. ഒരു 5 മിനിറ്റ് സമയം എന്താ, ഞാൻ വിളിക്കാം. കൃപാന്ത്, ഞാൻ ഫോൺ ചെയ്യണ കണ്ടുകൂടെ തനിക്ക്? എത്ര നേരം കണ്ടാ വിളിക്കുന്നത്? എത്ര നേരം ഞാൻ വിളിക്കുന്നുണ്ട്? പിന്നെ ഫോൺ ചെയ്തോണ്ടിരിക്കാൻ തനിക്ക് മനസ്സിലായില്ല? പിന്നെ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നേ? നിന്റെ ചേച്ചിയെ വിളിച്ചാ പിന്നെ 5-10 മിനിറ്റ് ഒന്നും ഇല്ല, മണിക്കൂറുകളാ വിളിച്ചോണ്ടിരിക്കുന്നത്. അതറിയാലോ, പിന്നെ എന്തിനാ വിളിക്കുന്നേ? ചേട്ടാ ഒന്ന് നിർത്താവോ? ചേച്ചിയുടെ ചേച്ചി അങ്ങ് ദൂരെയല്ലേ, അങ്ങ് കോടമ്പത്തൂര്. എപ്പോഴും ഇങ്ങനെ കാണാൻ വരുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഇങ്ങനെ വിളിക്കുന്നേ? കോടമ്പത്തൂരല്ല, കോയമ്പത്തൂര്. അത് എവിടെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഞാനൊരു കാര്യം പറയാം. ബന്ധങ്ങളാണ് വലുത്, രണ്ടുപേരും മറക്കരുത്. ഭയങ്കര ബന്ധം തന്നെ. മുടിഞ്ഞ സോപ്പിടില്ലാന്നേ, കാര്യം കാണാനുള്ള സ്നേഹം കാണിപ്പ് മാത്രമേ ഉള്ളൂ.
അന്തു ചേച്ചി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്നെ പറ്റിയല്ല പറയും, എന്റെ ചേച്ചിനെ പറ്റിയിട്ടാ പറയുന്നേ. ഓ ചേച്ചിയുടെ ചേച്ചി ഇപ്പൊ കള്ളിയല്ലേ? കറക്റ്റ് കറക്റ്റ്. പാറു, സോറി ചേച്ചി. കാണുമ്പോൾ കെട്ടിപ്പിടുത്തം കരച്ചിലും മാത്രമേ ഉള്ളൂ. ബുദ്ധിപൂർവ്വമുള്ള എല്ലാം കൈക്കലാക്കി വെച്ചേക്ക് വന്ന്. അപ്പൊ ഇവിടെ ഉണ്ടല്ലേ സ്വത്തിന്റെ അടി. പാറക്കുട്ടിക്ക് എങ്ങനെ ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയുന്നേ? ഞങ്ങളുടെ കുടുംബത്തിൽ ഇതൊക്കെ കഴിഞ്ഞു പോയി. என்ன என்ன இங்க பிரச்சனை? ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവനെ ഇടയ്ക്ക് ഇളകും, അത്രേ ഉള്ളൂ. இளகும்னா ஆ വെറുതെ പറയൂ ചേച്ചി. വെറുതെ ഒന്നല്ല, ഇടയ്ക്ക് ട്രീറ്റ്മെന്റിലായിരുന്നു. ஓ അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഉണ്ടായിരിക്കും പാറു, ചേച്ചി വിശ്വസിക്കും. വിശ്വസിക്കട്ടെ, സത്യമല്ലേ? അവന്തു ஏய் கூல் 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 அமைதியா இரு. கோபப்படுறது நல்லதில்லப்பா. എന്നപ്പാ എന്ന പ്രശ്ന രണ്ടുപേരും കൂടെ അടിയായിരിക്കും ഇല്ലയോ? ആരാണ് അടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പുതു വർഷമായിട്ട് അങ്ങോട്ട് സോറി പറഞ്ഞേക്കും. இங்க பிரச்சனை ஒன்றும் இல்லடா. நீ எங்க காலையில போன? நீ எங்க காலையில போன? ഞാനാ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയത്. ഞാൻ അങ്ങനെ അവനെ അങ്ങനെ വിളിച്ചപ്പോ അങ്ങനെ അങ്ങോട്ട് പോയപ്പോ അങ്ങനെ അവൻ വന്നപ്പോ അങ്ങനെ കണ്ടപ്പോ അങ്ങനെ. ആ ഫ്രണ്ടിന് ഇങ്ങോട്ട് വന്നൂടെ? അതെങ്ങനെ പാറു, ഞാൻ അങ്ങോട്ട് പോയി കണ്ടില്ലേ, പിന്നെ എന്തിനാ ആ ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നേ? എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? കള്ളാണെന്ന്. ഞാൻ പറഞ്ഞു പോയെ. അല്ല, ഞാൻ ചേച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ നീ എന്തോ പറയാൻ ശ്രമിച്ചില്ല, എന്താ അത്? ഒരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു, ഇനി അതെനിക്ക് പറയാൻ മനസ്സില്ല. എനിക്ക് വട്ടാന്നല്ലോ. എന്നാ പിന്നെ നിന്നെ അത് പറയിപ്പിച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ. പറയുന്നില്ലടി. പറയടാ. പറയുന്നില്ല. കൃപാന്തേ, ഞാൻ പോവില്ലേ? ഓടി. ആന്റി, മോളില് മിക്കവാറും വഴക്കുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കുരുപ്പുകാരണം വരവരൊരു കള്ളം പോലും പറയാൻ പറ്റുന്നുണ്ട്. അയ്യോ എടുത്തല്ലോ, സന്തോഷം. അല്ല മെർലിനെ, ഞാൻ പറഞ്ഞില്ലായിരുന്നാ, എന്റെ ആഗ്രഹം പറഞ്ഞില്ലായിരുന്ന? ഓ വരൂല്ലേ? ഞാൻ വരുമെന്നുള്ള ഫുൾ പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആണാ? അല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നേരെ വരണ്ട, വീട്ടിലോട്ട് വരണ്ട, അവിടെ നിന്നാ മതി. ഞാൻ ലൊക്കേഷൻ അയച്ചില്ലേ, എൻ്റെ ഒരു 50 മീറ്റർ മാറി അങ്ങോട്ട്. ആ ശരി ഇപ്പൊ വരൂ. ആ ശരി. എടുക്കണല്ലോ അത്, വണ്ടി ഓടിക്കുമായിരിക്കോ? ഇതൊരു കഷ്ടം. ഇതേട്ടാ എന്താണ് എന്താണ് ഒന്നുമില്ല, ദേഹത്തൊന്നും മുട്ടുന്ന? അല്ലല്ല, ഞാനതങ്ങനെ ഒരാള് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ അങ്ങനെ നോക്കിയപ്പോ തിരിഞ്ഞത്. ഇതൊരു കഷ്ടം, വല്ലാത്ത വള്ളി തന്നെ. അയ്യേ ഞാൻ കൊറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണ്. എന്താ വന്നല്ലോ, സന്തോഷം. ഞാൻ ആക്ച്വലി വിചാരിച്ച ആ വളവില്ലേ നേരത്തെ, അതായിരിക്കും എന്ന് വിചാരിച്ച അങ്ങോട്ട് പോയത്. നേർവഴിയൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ലല്ലോ കേശു. ചുമ്മാ തമാശ പറഞ്ഞത്. താൻ ഹെൽമെറ്റ് ഒക്കെ ഊര്. ഞങ്ങള് ആദ്യ തവണ വന്നപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത്. എന്തായാലും താൻ വന്നേല് ഒരുപാട് സന്തോഷം കേട്ടാ. ആ കേശു കൊറേ പറഞ്ഞത് നിർബന്ധിച്ചല്ലേ, അതാരണം വന്നിട്ട് പോവാന്ന് വിചാരിച്ചതാ. എന്നാലും ഞാൻ പോവാ. അവിടെ പോണേ? തിരിച്ചു പോണു വീട്ടിലേക്ക്. എന്തായാലും പറയണ 2 മണിക്കൂർ എന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞിട്ട് വിളിച്ചപ്പോ 5 മിനിറ്റ് തികച്ചായിട്ടില്ലല്ലേ. ഞാൻ കേശു നിർബന്ധിച്ചപ്പോ ഒന്ന് വന്നിട്ട് പോവാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അതിനാണോ ഇത്രയും ദൂരം പെട്രോളം കത്തിച്ചു വന്നത്? എന്നാ ഞാൻ പോണു. മച്ചാനെ, ഇത് താൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. മച്ചാനാ? ഫ്രണ്ട്സ് ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വിളിക്കും. താൻ ഇങ്ങോട്ട് ഇറങ്ങി വാങ്ങും. വീട്ടിലേക്കോ? വീട്ടിലിപ്പോ ആരുണ്ട്? ഒന്നും അറിയാത്ത പോലെ. ഞാൻ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞില്ലേ, കൃപാന്തേട്ടൻ പുള്ളിക്കാരന്റെ വൈഫ് പിന്നെ അമ്മായി ഉണ്ടായിരുന്നു. അമ്മായി എന്തോ സാധനം മേടിക്കാൻ വേണ്ടി കട വരെ പോയി. ശിവാനി തിരിച്ചു പോയി കേട്ടാ. നീ അല്ലേ പറഞ്ഞേ ശിവാനിക്ക് നിന്നെ കണ്ടെന്തോ ഹാപ്പി ആവത്തില്ലോ എന്നൊക്കെ പറഞ്ഞു. അവിടെ കൊണ്ട് തിരിച്ചു പോയി. പിന്നെ ആരുണ്ട്? പാറുണ്ട്, കനകാന്റി ഉണ്ട്. ഞാൻ ഇല്ല, ഞാൻ വന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ എന്താ ഇഷ്ടപ്പെടാത്ത? നിനക്കറിയാത്തോണ്ടാണ്, അവർക്കൊക്കെ ഭയങ്കര സന്തോഷവും. സത്യം പറഞ്ഞാലേ ഇതൊക്കെ പരിചയപ്പെടേണ്ടവരാണ്. അത് വിട് നീ. അല്ല, വേറെ ദിവസമാവും. എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്റെ വണ്ടിയുടെ ഇത് ഫ്രണ്ടിന്റെ വണ്ടി എടുത്തിട്ട് ഞാൻ വന്നേ. ഈ വണ്ടിയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. എന്ത് കാര്യം? തനിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? ദേഷ്യമൊക്കെ മാറി, പക്ഷെ വേറെ മാറ്റമൊന്നുമില്ല. ഈ വേറെ മാറ്റമൊന്നുമില്ല എന്ന് ഉദ്ദേശിച്ചത് അല്ല, ഈ എന്നോട് പഴയ ഉണ്ടായിരുന്ന സ്നേഹം തിരിച്ചു വന്നില്ലെന്നാണോ?
ആ അത് തന്നെ ഉദ്ദേശിച്ചത്. പക്ഷെ അത് കുഴപ്പമില്ല, സമയമുണ്ടല്ലോ, അത് പതുക്കെ തിരിച്ചു വന്നോളൂ. അതങ്ങനെ തിരിച്ചു വരുമൊന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അല്ല അപ്പം അങ്ങനല്ല, പണിയുണ്ട്, എന്നാലും താൻ പതുക്കെ സാവധാന സമയം എടുത്ത് എന്തല്ലേ ഓടാനിക്കായിട്ട് കാലല്ല. എന്താണ് ഇതാണ് ഇവിടെ എന്താ പരിപാടി? ഇവിടെ നമ്മൾ രണ്ടുപേരും സംസാരിച്ചിരിക്കണ കേട്ടോ. അതൊന്നും ഇവിടെ നടക്കില്ല. എവിടെ നിന്ന് വരിക? ഇവിടെ കാസർഗോഡ്, ഞാൻ തിരുവനന്തപുരം, ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന കേട്ടാ. മോനെ ഇത് എറണാകുളം, ഇവിടെയൊന്നും നടക്കില്ല കേട്ടാ. എന്തൊരു കഷ്ടമാണ്. കാസർഗോഡുള്ള ഒരാൾക്കും തിരുവനന്തപുരം ഉള്ള ഒരാൾക്കും കൂടെ എറണാകുളത്ത് നിന്ന് സംസാരിക്കാൻ പറ്റൂലേ? മോനെ അധികം വർത്താനൊന്നും വേണ്ട, സ്ഥലം കാലിയാക്കാൻ നോക്ക്. ആ കേശു ഞാൻ പോണ്. നീ എവിടെ പോണ്? നിനക്ക് ഭ്രാന്താണേ. അവിടെ നില്ല്. എന്നാ ഇതെന്റെ ഒരു ഫ്രണ്ടാണ്, നമ്മൾ കുറച്ചവരോട് ഒന്ന് സംസാരിക്കും, അയാൾക്ക് എന്തൊക്കെയാ പറയണ്ട. അത് കഴിഞ്ഞ് അയാൾ പോകും, അത് കഴിഞ്ഞ് ഞാൻ പോകും, അതിന് മുമ്പ് അണ്ണൻ പോകാൻ നോക്കിച്ചാൽ. മോനെ ഞാൻ എവിടെ പോകാൻ, ഇതെന്റെ വഴി. ഈ സ്ഥലം ഇച്ചിരി മോശാട്ടാ. ആ അയ്യോ, ആദ്യമായിട്ടാണ് കേട്ടോ സ്വന്തം സ്ഥലം മോശമാണെന്ന് ഒരാളെ ഞാൻ കാണണം. സന്തോഷമുണ്ട്. എന്നാ എന്തിനു പറഞ്ഞ അണ്ണൻ്റെ വഴിയാ പറയണ്ടായിരുന്നോ മനസ്സിലായത്? ആദ്യേ നല്ലെന്ന് പറയും. പേരെന്താ? ധർമ്മൻ. അച്ഛന്റെ പേര്? സഹദേവൻ. സിമ്പിൾ അല്ലേ? സഹദേവൻ റോഡെന്ന് പറഞ്ഞൊരു ബോർഡ് കുത്തിയായി കണ്ട പ്രശ്നം വല്ലതും ഉണ്ടാ? ഞാൻ നൈസായിട്ട് തന്തയ്ക്ക് വിളിക്കല്ലേ. പിന്നെ സ്ഥലം കാലിയാക്കാൻ നോക്കിപ്പോ. ഞാൻ ഇപ്പൊ തന്തയ്ക്ക് വിളിച്ചാ? അണ്ണാ അറിഞ്ഞോണ്ടല്ല, സത്യമായിട്ട് അറിഞ്ഞോണ്ടല്ല. ഞാൻ വിചാരിച്ചു ചിലപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടന്റെ റോഡാണെന്ന്. പാസ്റ്റില് ചേട്ടന്റെ അച്ഛൻ വല്ലതും വഴി വെട്ടി അങ്ങനെ ടാറിട്ട് ബ്ലോക്ക് ഇട്ട് റോഡാക്കിയതാണോ അറിയാതെ ചോദിച്ചു പോയതേട്ടാ, സോറി. നീ ഇവിടെ എവിടെ വന്നേടാ? കൃപാന്തേട്ടന്റെ വീട്ടില്. ഏത് കൃപാന്റെ? ഇവിടുന്ന് ആ വളവിന്റെ അവിടെ 3ാമത്തെ വീട്. ഓ, ആ രാവും പകലൊന്നില്ലാതെ ഇവിടെ കറങ്ങി നടക്കുന്ന ടീം അല്ലേ? എവിടുന്നോ പ്രേമിച്ച് ഇവിടെ ഒളിച്ചോടി വന്ന് വാടകയ്ക്ക് വെക്കുന്നവര്. അറിയാം, കാണണട്ടാ. വേണ്ട ആവശ്യമില്ലട്ടാ. കേസം തൂക്കിക്കൊണ്ട് എങ്ങോട്ടോ പോണ്? ഓരോ വള്ളി കേസുകൾ കണ്ട. ഇതാണ് നേരത്തെ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്തൊന്ന് പൊരുത്തിട്ടാണ് പോയത്. ആ ശരി, അപ്പൊ ഓൾറെഡി ഒരു പ്രാവശ്യം സംസാരം കഴിഞ്ഞ്. എന്റെ പൊന്നു മറന്നെ, സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കായിരുന്നു, വള്ളികൾ ഇങ്ങനെ വന്ന് കയറുകയാണ്. എന്തിനാണെങ്കിൽ ഞാൻ പോന്നു. എവിടെ പോണ്? വീട്ടിൽ പോന്നെന്ന്. ഇവിടെ നിനക്ക് ഇത് തന്നെയാണോ പറയാ? വാ ഇങ്ങോട്ട് വീട്ടിലോട്ട് വാ, വന്നിട്ട് പോവാം. ഞാനില്ല, വേറെ ദിവസം വരാം. വേറെ ദിവസം വരാന്ന് പറഞ്ഞു. വേറെ എന്നത്തെ ദിവസം? എല്ലാ തവണയും വിളിക്കുമ്പോ വരും 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 എന്നിട്ട് അങ്ങ് പോകും. 2 മണിക്കൂർ പറഞ്ഞതാ, 5 മിനിറ്റ് കഴിഞ്ഞില്ല. ഇത്ര നേരം നിന്നില്ലേ? എത്ര നേരം നിന്നു? അത് മൊത്തം ആ അണ്ണൻ കൊണ്ടുപോയില്ലേ? ആ വേറെ ദിവസം വരാം. എന്തായാലും എനിക്ക് പോയിട്ട് പണിയുണ്ട്, അതുകൊണ്ടാ. പോവാണേ. പോലെ പോലെ വിടുന്ന് പോലെ അയ്യോ പതുക്കെ പതുക്കെ കാലിന് കുഴപ്പം വല്ലതും ഉണ്ടോ? വേദന ഉണ്ടോ? വേദന ഉള്ളോണ്ടല്ലേ ഇങ്ങനെ നടക്കണേ. എന്നാലും ആ വണ്ടി, എന്റെ ഫ്രണ്ടിന്റെ വണ്ടി, അതെന്ത് ചെയ്യൂനി? അത് കുഴപ്പമില്ല, നമുക്ക് മെക്കാനിക്കിനെ വിളിച്ച് സെറ്റ് ചെയ്യാം. മതിയില്ലേ? ആ മതി മതി മതി. സൂക്ഷിച്ചേ. എന്തായാലും എന്റെ പ്രാർത്ഥന അല്ലേ, മെർലിൻ ഇവിടെ വരെ വന്നല്ലേ. ഞാൻ വീഴാൻ വേണ്ടി പ്രാർത്ഥിച്ചാ? വീഴാൻ വേണ്ടി പ്രാർത്ഥിച്ചാ? മെർലിൻ വീഴാൻ വേണ്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും തോന്നണ്ട. ഈ വീട്ടിലോട്ട് മെർലിൻ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ആ കാര്യം പറഞ്ഞത്. ഇപ്പം എന്തായാലും കാലും കൂടെ വയ്യാതായ സ്ഥിതിക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോവാ. വേണോ? പിന്നെ അതൊക്കെ വേണം. തന്നടാ. കേശുവിന് എന്തുറ്റി? അയ്യോ ഇങ്ങനെ നടക്കണേ? ഞാൻ ഇത് ഇങ്ങനെ പിടിച്ചിട്ടേ. പിന്നെ വീണ കാര്യം പറയാൻ നിൽക്കണ്ടേ? വേണ്ട കൊണ്ട് സൂക്ഷിച്ചേ. സ്റ്റെപ്പ് 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 സ്റ്റെപ്പ്. സോഫിയരി ഹായ് മെർലിൻ ചേച്ചി. ഹായ് ബാറു. എന്താ ഇവിടെ? വീണ കാര്യം പറയല്ലോ. ഞാനേ ഇൻഫോ പാർക്കിൽ പോയേ. അപ്പൊ കേശുവിനെ അവിടെ വഴിയിൽ വെച്ച് കണ്ടു. പിന്നെ നിങ്ങളിവിടെ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാ. എല്ലാം യാദൃശ്യമായിട്ടാണല്ലോ. ആ അതെ അതെ. അടി എല്ലാം യാദൃശ്യമായിട്ടാണ്. എന്നാലും ഇപ്പൊ എന്താണ് ഇപ്പൊ യാദൃശ്യമായിട്ടാണ്? ചേച്ചി ഇങ്ങോട്ട് വന്ന എന്തിനാന്നാണ്?
പാറുമോൾ ഇവിടെ ഉണ്ടോന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പാറു ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ പാറുവിനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. ആണോ ചേച്ചി? ആ പാറോ പാറോ ഇരുന്നു. എടാ ആരാടത്? ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ പാറമട വീടിന്റെ അടുത്താണ് താമസം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ചായ കുടിച്ചിട്ടു. എന്നും അവിടെ ആയിരുന്നു. ഇവര് തമ്മിൽ ഇടയ്ക്ക് ഒന്ന് പിണങ്ങിയായിരുന്നു. എപ്പോഴാട്ടാ സോൾവ് ആയേ? അങ്ങനൊന്നുമില്ല, കുഞ്ഞൊരു സൗന്ദര്യ പിണക്ക് വന്നു. സൗന്ദര്യ പിണക്കോ? മുട്ടനടിയായിരുന്നു. ഇത് അമ്മായി വന്നിട്ട് ചേച്ചിയെ പഞ്ഞി കിട്ടും. അവസാനം ചേച്ചി ഇറങ്ങി ഓടി. ആര്? നമ്മുടെ ഗൗരിയാ? പിന്നില്ലേ, അമ്മായി ഭയങ്കര കലിപ്പിലല്ലേ? ആണോ അച്ഛേ? ഏയ് പാറ ചുമ്മാ വെറുതെ പറയുന്ന. അത് മാത്രോ, അച്ഛൻ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി മെർലി ചേച്ചിയുടെ അച്ഛനെ പോയി കാണാൻ പോയി. കല്യാണോ? കേശു എന്തൊക്കെ പറയുന്ന? കല്യാണം എന്ത് കല്യാണം? അല്ല അല്ല അങ്ങനല്ല. ആർക്ക് കല്യാണമൊന്നും അല്ല, അങ്ങനല്ല. നില്ലേ ഞാൻ പറയാം. ഇപ്പൊ പാറു നീ ചേച്ചി കല്യാണം ഉറപ്പിക്കാൻ. അത് കറക്റ്റ്. പാറു നീ കൊറേ ആയേ നമ്മുടെ ഇതിന് ഇവിടെ ഞങ്ങളെ തമ്മിലുള്ള പിണക്കമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛായി നല്ലൊരു അച്ഛനെ പോയി കണ്ട് സംസാരിക്കേ. സിമ്പിൾ. നിങ്ങൾ തമ്മിലുള്ള പിണക്കം മാറ്റാൻ വേണ്ടി നിന്റെ അച്ഛൻ ഈ കൊച്ചിന്റെ അച്ഛനെ കാണാൻ പോയി, അതല്ലേ? കറക്റ്റ്. கேசு இவங்க யாரு? അതാണ് നീ മിണ്ടല്ലേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതെ, എങ്ങനെയുണ്ട്? சூப்பரா இருக்கா. இவ்வளோ அழகான பெஸ்ட் ஃப்ரெண்ட் உனக்கு எப்படி கிடைச்சது? അഴുകിയിരിക്കുന്ന அழகி. அழகினா உங்க லாங்குவேஜ்ல பங்கி. മങ്കിയ. மங்கி இல்லப்பா, என்ன சொல்ல, பியூட்டிஃபுல். ഓ, ചേട്ടൻ നോക്കിയും കണ്ടല്ലേ തെരഞ്ഞെടുത്തു. இவங்க படிக்கிறாங்களா? இவங்க படிக்கிறாங்களான்னு? നന്നായിട്ട് പഠിക്കും. പഠിക്കുക മാത്രല്ല വരയ്ക്കുകയും ചെയ്യും. ചിത്രകല സൂപ്പറായിട്ട് വരയ്ക്കും ഇല്ലേ? നമ്മുടെ പാറമട വീടിന്റെ ഒക്കെ പടം സൂപ്പറായിട്ട് വരയ്ക്കും. ചേച്ചി ചേച്ചി കേശവന്റെ പടം വരച്ചിട്ടുണ്ടോ? ഇല്ല. മെർലിനെ നമുക്ക് നമ്മുടെ പാറക്കുട്ടിയുടെ പടം വലിയൊരു പടം വരച്ച് നമ്മുടെ ഹാളിൽ തൂക്കണം. ചേട്ടൻ എന്താ എന്റെ അടുത്ത് ഇത്ര സ്നേഹം? എന്തോ പിന്നെ എന്റെ കൊച്ചനീത്തോരും എനിക്ക് സ്നേഹം കാണൂലേ? അല്ല ഇതെന്താ എല്ലാരും പുറത്തേക്കുന്ന? എടാ വാ അകത്തോട്ട് വാ. ചേച്ചി വെറുതെ ആലോചിച്ച് തന്നെയായിരുന്നേ. അതെന്താ പാറു അങ്ങനെ പറഞ്ഞേ? ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യം. പാറു മക്കളെ, നിനക്ക് എന്തിന്റെ കുഴപ്പം? എനിക്ക് ഒരു കുഴപ്പമില്ല ആന്റി. കേശവടൻ രാവിലെ ഇറങ്ങിപ്പോയതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇല്ല. ഇതാണ് കാരണം. അതെ, നീ പാറു നീ പോയേ. മെർലിൻ പോ, അകത്തോട്ട് പോയെ. അകത്തോട്ട്. മെർലിൻ നടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ ചെറിയ പെയിനുണ്ട്, പക്ഷെ കുഴപ്പമില്ല. കുഴപ്പമുണ്ടെങ്കിൽ പറയണേ, എന്താ? എടുത്തോണ്ട് പോ. ഈ പോക്ക് പോവാണെങ്കിൽ പാറുവിനെ ഞാനൊരു എടുപ്പെടുക്കും. എന്നെ ആരും എടുക്കണ്ടായേ. എന്റെ പൊന്നു പാറമ്മ, നീ ഇങ്ങോട്ട് വന്നേ. എടാ വാ അകത്തോട്ട് വാ. வாங்க. ആ ചെറിയ കൊച്ചു എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയേ? കൊച്ചു കൊച്ചല്ലേ, അതെന്തെങ്കിലുമൊക്കെ കിടന്ന് പറയണമെന്ന് വെച്ചാൽ കാര്യമില്ല, കാര്യമായിട്ട് എടുക്കൂ. എന്താ മനസ്സിൽ കണ്ണില്ല. ഇനി കാല് വേദന. പൊക്കോ പറഞ്ഞു. കൊതുപ്പ് കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. കേശു ഇപ്പൊ സമയം എന്തായിരുന്നല്ല ഐഡിയ ഉണ്ടോ? തന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയം പോണ അറിയത്തില്ലല്ലോ. ഞാൻ വന്നിട്ടേ 2 മണിക്കൂറായി. 2 മണിക്കൂറായോ? അറിഞ്ഞില്ലല്ലോ. ആര്? അല്ല ഞാൻ. എനിക്ക് പോണം. കാലിന് കുഴപ്പം ഉണ്ടോ? മാറിയോ? ഇല്ല, ചെറിയ പെയിനുണ്ട്, വേറെ കുഴപ്പമില്ല. ആകെയും കേട്ടാ കാര്യമായിട്ടൊന്നും പറ്റാത്ത. സീരിയസ് ആയിട്ട് വല്ലതും പറ്റിയായിരുന്നു ആലോചിക്കാൻ പോലും. സത്യം. അല്ലെങ്കിൽ കേശു എന്ത് എല്ലാം ഇടപെട്ടാലും ഇങ്ങനെ അവസാനം ഒരു പ്രശ്നത്തിലാണല്ലോ അവസാനിക്കുക. അല്ല, അത് പാരമ്പര്യമായിട്ട് അച്ഛന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കിട്ടിയതാ. കേശു ഞാൻ ഒരു കാര്യം പറഞ്ഞാ കേക്കോ? ഞാൻ പറഞ്ഞ കാര്യമില്ലടോ, ഞാൻ എത്ര നേരം കേട്ടോണ്ടിരുന്ന. താൻ പറ. എന്നാ ഇനി മേലിൽ ആരുമായിട്ട് വഴക്കിന് പോരുത്. ഞാനാണോ വഴക്കിന് പോണേ? അവന്മാരിൽ ഇങ്ങോട്ട് വന്ന് കയറണത്. ആ ഇങ്ങോട്ട് വന്നാലും മിണ്ടാതിരിക്കണം. ആ അല്ല, അത് പുറത്ത് മാത്രം പോരെ, വീട്ടിനകത്തും അങ്ങനെ തന്നെ ആണോ? വേണം. നടക്കൂല. എന്റെ ലച്ചു ചേച്ചി ജീവനോട്ടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സമാധാനം കിട്ടൂല. എന്നാ വീണ്ടും അകത്ത് വേണ്ട, പക്ഷെ പുറത്തിന് മേലല്ല ഒരാളായിട്ട് വഴക്കിന് പോരുത്.
താൻ പറഞ്ഞോണ്ട് ഞാൻ ഇത് അങ്ങനെ മാക്സിമം ഫോളോ ചെയ്ത് നോക്കാം. പക്ഷെ ചില കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലല്ലോ ഉറപ്പ്. ഞാൻ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ വയ്യല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എത്ര കേട്ടോണ്ടിരുന്ന താൻ പറ കേൾക്കാം. സത്യം ചെയ്. എന്തോന്ന്? ഇനി മേലെ ആരുമായിട്ട് വഴക്കിന് പോലാന്ന് സത്യം ചെയ്യ്. കണ്ട ചെയ്യാൻ വയ്യ. അല്ല സത്യമായിട്ടും കേശവ് ബാലേന്ദ്രൻ തമ്പി ഇനി ആരുമായിട്ടും അടിയുണ്ടാക്കാൻ പോവില്ല. മെല്ലനാണ് സത്യം സത്യം സത്യം. ഉറപ്പാണേ? എന്നെ കൈ തൊട്ട സത്യം ചെയ്തെന്ന് ഓർമ്മ വേണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. இறங்காரு எந்த மெர்லின் சிப்ஸ் சிப்ஸ் நானே செஞ்சது. சாப்பிட்டு பாரு. எப்படி இருக்கு? നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല ആന്റിനെ എന്നാ തിരിച്ച് മധുരയ്ക്ക് പോകുന്നേ? 2 நாள்ல போவேன். ஹோட்டல் ஆரம்பிச்சா பின்ன போகிறதுக்கு ரொம்ப கஷ்டமா இருக்கும். ആരില്ലടാ ഇവിടെ? ഇറങ്ങി വാടാ. മിണ്ടണ്ടെന്ന്. இது யாரு? വിളി, അവനെ വിളി. ആരെ വിളിക്കുന്നു? പിന്നെയും പോയി 2 എണ്ണം അടിച്ചപ്പോ നേരത്തെ നടന്ന കാര്യം മൊത്തം ഓർമ്മ വന്നു. ഇവിടെ മറ്റൊരുത്തല്ലേ, ഓനെ വിളിയടാ. ചേട്ടാ നിങ്ങൾ ഏതാ? ചോറക്കല്ലേ? നിങ്ങൾ നാട്ടുകാരെ കളിയാക്കി ഇറങ്ങിയിരിക്ക. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വെറുതെ ധർമ്മണ്ണ എന്നാ നിങ്ങള് ഞാൻ ഇവിടെ നിക്കല്ലേ. തിരുവനന്തപുരത്തുകാർ ഇവിടെ ഉണ്ടോ? എനിക്ക് നിന്നെയാടാ കാണേണ്ടത്. തന്നെ? ആ നിങ്ങള് ഫസ്റ്റ് ചിപ്സ് എന്തായാലും വന്നേല്ലേ, ചൂട് ചിപ്സ് ചൂസ് ചെയ്യിക്കണേ. ചൂടുണ്ടോ? ഓ ബാവുള്ള എന്റെ ചിപ്സ് കഴിക്കാനല്ലടാ ഞാൻ വന്നത്. என்னது இது? சாப்பிடுற பொருளை கீழே போடுறீங்களா? தப்பது. തെലുങ്ക? തമിഴ് എണ്ണ. തെലുങ്ക്, തമിഴ്, കാസർഗോഡ്, തിരുവനന്തപുരം, എന്താണ് നിങ്ങളുടെ പരിപാടി? നീ രാജ്യത്ത് മുഴുവൻ പെമ്പിളിട്ട് ഇറക്കിയിട്ടുണ്ടല്ലോ. പരിപാടി കഥകളി താൻ കുടിച്ചിട്ടുണ്ടല്ലേ? താൻ ആരോട് ചോദിച്ചിട്ട് കോമ്പൗണ്ട് കയറിയ? ഞാൻ ഇവിടത്തുകാരനാ, ഞാൻ എവിടെയും കയറും. ഓഹോ, തനിക്ക് മാത്രമേ ഈ നാട്ടിൽ ജീവിക്കാക്കത്തുള്ളൂ? ജീവിക്കാം, പക്ഷെ ഇവിടെ വന്ന് മുട കാണിച്ചാൽ നിങ്ങളെ ഒക്കെ അടിച്ചോടിക്കും. നിങ്ങളൊക്കെ വരുത്തന്മാരാടാ. നടക്കുന്ന കാര്യം വല്ലതും പറയട്ടാ. என்னது இது? உங்க ஊரு எங்க ஊரு வருத்துருன்னு எல்லாம் சொல்லிட்டு உங்க ஊர்ல வந்தா எல்லாரும் ஒரே ஊரு தான். இப்போ எங்களுக்கு ஏதாவது ஒரு பிரச்சனை வந்தா நீங்க தானே ஹெல்ப் பண்ணணும். നിങ്ങളടുത്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. ഇറങ്ങി പോണോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്? ചേട്ടാ ലിസൺ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അത് ഇംഗ്ലീഷ്. യുവർ പ്രോബ്ലം ഈസ് ഇവനും ഇവളും കൂടി നടു റോഡിൽ വണ്ടിയും വെച്ച് കുഴഞ്ഞ് മറിഞ്ഞ് സംസാരിക്കുമ്പോ ഞാൻ ചോദ്യം ചെയ്തു. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കി. ഇവനറിയില്ല ഈ ധർമ്മൻ ആരാണ്. നിങ്ങൾ എന്ത് പറഞ്ഞു കളിയാക്കിയെന്നാ ഈ പറയുന്നേ? അതെനിക്ക് ഓർമ്മയില്ല. ഇവർ രണ്ടാളും കൂടി എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി. പക്ഷെ 2 എണ്ണം കൂടി അടിച്ചപ്പോഴാണ് അതിന്റെ ഇൻസൾട്ട് എനിക്ക് മനസ്സിലായി. ഇവനെ ഞാൻ വിടില്ല. അയ്യോ ചേട്ടാ, ഇതാണോ പ്രശ്നം? അത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നീ പോടാ. താൻ എന്താടോ ചെയ്തേ? ഇവരെ എന്നോട് പോവാൻ പറയും. ഇവരാരടാ? ചേട്ടാ വിട് വിട്, പ്രശ്നക്കാരാ. ചേട്ടൻ പൊയ്ക്കോ, കുഴപ്പമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. ഇത് എന്റെ നാടാ, ഞാൻ എപ്പോ പോണെന്ന് ഞാൻ തീരുമാനിക്കും. ചെല്ലേട്ടാ ചെല്ല്. നീ പോടാ, എന്നോട് പോവാൻ പറയും. നീ ആര്? ചേട്ടൻ പൊയ്ക്കോട്ടാ, പോ പോ. എന്നോട് പോവാൻ പറ. എന്റെ നാടാടാ ഇത്. എന്നോട് പോവാൻ നീ ആരാണ്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.